പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ SSLC +2 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ TMA സബ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നു. ടോട്ടൽ മാർക്ക് അസൈൻമെന്റ്, വിദ്യാർത്ഥികളുടെ അസൈൻമെന്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്ട്രീം 1 പ്രകാരം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് അസൈൻമെന്റ് വരുന്നത്. ഏപ്രിൽ ബാച്ചിലും ഒക്ടോബർ ബാച്ചിലും പരീക്ഷ എഴുതുന്നവര്. ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ വിഷയങ്ങൾ ഒഴികെയുള്ള എല്ലാ വിഷയങ്ങൾക്കും അസൈൻമെന്റ് ഉണ്ട്. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 632 ഡാറ്റ എൻട്രി, 631 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹൗസ് കീപ്പിംഗ്, അതുപോലെ ബേസിക് കമ്പ്യൂട്ടർ, ഇതുപോലുള്ള പേപ്പറാണ് വൊക്കേഷണൽ വിഷയങ്ങൾ. അതിപ്പോ നിർബന്ധമല്ല, അതൊന്ന് നിർബന്ധമാക്കിയിരുന്നു, പിന്നെ ആ നിയമം പിൻവലിച്ചിരുന്നു. ഇപ്പൊ നമുക്കത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല. അത്തരം വിഷയങ്ങൾക്ക് അസൈൻമെന്റ് വേണ്ട. അല്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ 20 മാർക്ക് വെച്ചിട്ട് അസൈൻമെന്റ് എഴുതണം. ഓക്കെ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്ന ജനുവരി 31 2025 ജനുവരി 31. അപ്പൊ ഇനിയും 2 മാസം ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ എന്ന് കരുതി വിചാരിക്കണ്ട. പരമാവധി ഇപ്പൊ തന്നെ ഡിസംബർ മുതൽ തന്നെ, നവംബർ ലാസ്റ്റ് ആയല്ലോ, ഡിസംബർ മുതൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, അത് എഴുതി തുടങ്ങുക. ഓൺലൈനായിട്ട് മാത്രമേ നമുക്കിത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അസൈൻമെന്റിന് നമ്മൾ 20 മാർക്കിൽ 6 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് എന്നുള്ളതാണ്. 2 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 2 × 3 6 മാർക്കായി. പിന്നെ നമുക്ക് 4 മാർക്കിന്റെ 2 എണ്ണം, 2 × 4 8, 8 6 14. പിന്നെ അവസാന 6 മാർക്കിന്റെ പ്രൊജക്റ്റാണ്. ആ പ്രൊജക്റ്റും നമ്മൾ ഈ അസൈൻമെന്റിന്റെ കൂടെ തന്നെ വരും. അങ്ങനെ ഔട്ട് ഓഫ് 20 20 നന്നായി എഴുതിയ ആളുകൾക്ക് 20 20 തന്നെ കിട്ടും. +2 പരമാവധി അസൈൻമെന്റ് ഇംഗ്ലീഷിൽ തന്നെ എഴുതുക. കാരണം നമ്മുടെ NSന്റെ ID കാർഡിൽ മീഡിയം ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ എഴുതാൻ നോക്കുക. ഇനിയിപ്പോൾ ഒരാൾ മലയാളത്തിൽ എഴുതിച്ചിട്ട് കുഴപ്പമില്ല, കാരണം നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലായി ഉപയോഗിക്കുള്ളൂ. പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതുക, അസൈൻമെന്റ് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുക. കാരണം ഇത് വാല്യൂ ചെയ്യുന്നത് CBSE സ്കൂളിലെ അധ്യാപകരാണ്. അപ്പൊ അവർക്കൊക്കെ ഒന്നും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ പിന്നെ നിങ്ങൾ മീഡിയം കൊടുക്കുന്നതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. മലയാളം മീഡിയം കൊടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷ് മീഡിയം കൊടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാം. മീഡിയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അസൈൻമെന്റ് എഴുതുന്നതുകൊണ്ട് മാർക്ക് നഷ്ടമാവില്ല. ഒരാൾ മലയാളം മീഡിയം കൊടുത്ത് ഇംഗ്ലീഷിൽ അസൈൻമെന്റ് എഴുതിച്ചിട്ട് മാർക്ക് കുറയൊന്നുമില്ല. അവർക്ക് അസൈൻമെന്റ് അവിടെ സബ്മിറ്റ് ചെയ്ത് കിട്ടിയ 6 ക്വസ്റ്റ്യൻസ് ആൻസറും നന്നായി എഴുതിയ 20 20 കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ NSന്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളുടെയും സോൾവ് ചെയ്ത അസൈൻമെന്റുകൾ ഡിസംബർ മുതൽ നമ്മൾ നൽകുന്നുണ്ട്. ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത ഓരോ വിഷയത്തിന്റെ അസൈൻമെന്റ് ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ സോൾവ് ചെയ്തത് നൽകുന്നുണ്ട്. എല്ലാ വിഷയവും നമ്മൾ 20 എഴുതുന്നതെങ്കിലും ചില വിഷയങ്ങൾ പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് അതിനെ 20 കുറഞ്ഞ മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അസൈൻമെന്റ് എല്ലാതും നമ്മൾ എഴുതുന്നത് 20 പക്ഷെ ഔട്ട് ഓഫ് മാർക്ക് നമുക്ക് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന SSLCയുടെ +2ന്റെ വിവിധ വിഷയങ്ങളാണ്. ഇംഗ്ലീഷ് 20 തന്നെയാണ് വരുന്നത് കേട്ടോ. മലയാളം, അറബി, ഹിന്ദി, ഉറുദു, സംസ്കൃതം, അങ്ങനത്തെ വിഷയങ്ങൾ. ഇത് 10ാം ക്ലാസ് ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഇംഗ്ലീഷും മലയാളമൊക്കെ 20. ഹിസ്റ്ററി ഹ്യൂമാനിറ്റീസിൽ വരുന്ന വിഷയം 20. സോഷ്യോളജി 20, പൊളിറ്റിക്സ് 20, ബിസിനസ് സ്റ്റഡീസ് 20, അക്കൗണ്ടൻസി 20, മാത്സ് 20, സൈക്കോളജി 20. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. റിസൾട്ട് വരുമ്പോഴും നമുക്ക് സർട്ടിഫിക്കറ്റിൽ അസൈൻമെന്റ് 20 വരുന്നത്. പിന്നെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ 20 മാർക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ 20 മാർക്ക് പ്രാക്ടിക്കൽ ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഇതുപോലുള്ള വിഷയങ്ങൾക്ക് 20 മാർക്ക് പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് അസൈൻമെന്റ് നമ്മൾ 20 എഴുതുന്നതെങ്കിലും അതിനെ 16ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരാൾക്ക് അസൈൻമെന്റ് മാർക്ക് 15 കിട്ടിയെങ്കിൽ 16 15 കിട്ടി എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, എഴുതി കൊടുക്കുമ്പോൾ 20 പക്ഷെ അത് 16ലേക്ക് ഇത്തരം വിഷയങ്ങൾ കൺവേർട്ട് ചെയ്യും. പിന്നെ ഡാറ്റ എൻട്രി വൊക്കേഷണൽ അല്ല, 336 കോഡ് നമ്പറും അതേപോലെ 10ാം ക്ലാസ്സിന്റെ 229 ഡാറ്റ എൻട്രി ഒക്കെ 8 നമ്മൾ എഴുതി കൊടുക്കുന്നത് 20 പക്ഷെ അതിന് 60 മാർക്ക് പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് 20 എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യും, 8ലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ മാർക്ക് സിസ്റ്റം ഇങ്ങനെയാണ് വരുന്നത്. 60 മാർക്ക് പ്രാക്ടിക്കൽ, 8 മാർക്ക് അസൈൻമെന്റ്, 32 മാർക്ക് തിയറി, അങ്ങനെയാണ് 100 മാർക്ക് വരുന്നത്.
പെയിന്റിങ് നമുക്ക് 70 മാർക്ക് പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണ്. നമ്മൾ പെയിന്റിങ് അസൈൻമെന്റ് എഴുതി കൊടുക്കുന്നത് എത്രയിലാണ്? 20-ലാണെങ്കിലും അതിന് പ്രാക്ടിക്കൽ ഉള്ളത് കൊണ്ട് 6-ലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെ 10ാം ക്ലാസ്സിന്റെ സയൻസ് അതിലൊക്കെ പ്രാക്ടിക്കൽ ഉണ്ട്. 10ാം ക്ലാസ്സിന്റെ മാത്സിന് പ്രാക്ടിക്കൽ ഉണ്ട്. +2 മാത്സ് പ്രാക്ടിക്കൽ, അതൊക്കെ ഈ 16-ലേക്ക് കൺവേർട്ട് ചെയ്യും. സോഷ്യൽ സയൻസ്, ബിസിനസ് സ്റ്റഡീസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അതുപോലെ സബ്ജക്റ്റ് ഒക്കെ നമുക്ക് 20-ലാണ്. ഇങ്ങനെയാണ് മാർക്ക് സിസ്റ്റം. അപ്പൊ പലരും അസൈൻമെന്റ് എഴുതി കൊടുക്കുമ്പോൾ അങ്ങനെ 20-ൽ എഴുതി കൊടുക്കും. റിസൾട്ട് വരുമ്പോൾ എനിക്ക് 7 മാർക്കല്ലേ കിട്ടിയോ എന്ന് പറയും. ഡാറ്റ എൻട്രിക്ക് 7 മാർക്കല്ലേ. ഞാൻ ഡാറ്റ എൻട്രി 20, കാരണം ഡാറ്റ എൻട്രി 20-ലാണ് എഴുതി കൊടുത്തെങ്കിലും അതിന് എത്രയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? 8-ലേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള മാർക്ക് സിസ്റ്റം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം എഴുതലിന് മുമ്പേ. എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഇനി ഇതിനെ കുറിച്ച് ആരും ആകാംക്ഷ ആവരുത് എന്നുള്ളതാണ്. അസൈൻമെന്റിന്റെ റിസൾട്ട് സാധാരണ നമ്മുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് ഏകദേശം ഒരു 90% സെന്ററുകൾ പബ്ലിഷ് ചെയ്യും. ചില സെന്ററുകൾ പബ്ലിഷ് ചെയ്യില്ല. അതുകൊണ്ട് ആരും നിരാശപ്പെടുത്തരുത്. എൻ്റെ ഫ്രണ്ടിന്റെ സെന്ററിൽ അസൈൻമെന്റ് മാർക്ക് കിട്ടി, ഞങ്ങളുടെ സെന്ററിൽ കിട്ടിയില്ല എന്ന് നിരാശപ്പെടേണ്ട. ചില സെന്ററുകൾ പെട്ടെന്ന് വാല്യൂ ചെയ്തിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മൾ NISന്റെ സൈറ്റിൽ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ TMA സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ അവിടെ മാർക്ക് നമുക്ക് കാണാൻ കഴിയും. ഓരോ വിഷയത്തിന്റെ മാർക്കുകളും, മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ഏകദേശം ഒരു അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ഏകദേശം നിങ്ങൾ ഒരു തൊട്ടപ്പുറത്തെ മാസം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ റിസൾട്ട് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്തിട്ട് ഡാഷ്ബോർഡിൽ ആർക്കെങ്കിലും ഇനി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അറിയില്ലെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എൻറോൾ നമ്പർ അതുപോലെ അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളത് സബ്മിറ്റ് ചെയ്ത് തരാം. NISന്റെ സൈറ്റിൽ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡാഷ്ബോർഡിൽ TMA അപ്ലോഡ് എന്ന് പറയുന്നുണ്ട്. ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ വിഷയങ്ങളും നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ PDF-ന്റെ സൈസ് 5 MB താഴെ ആയിരിക്കണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ മൊബൈലിൽ ചെയ്യാം. 5 MB കൂടുതലായാൽ PDF അപ്ലോഡ് ചെയ്യില്ല. 5 MB താഴെ ആകാൻ എല്ലാവരും പരമാവധി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ പേപ്പറിന്റെ 2 വശത്ത് എഴുതിക്കൊള്ളു. നമ്മൾ ഫോട്ടോ എടുത്ത് മൊബൈലിൽ തന്നെ PDF ആക്കാം. അതുകൊണ്ട് പേപ്പറിന്റെ 2 സൈഡും എഴുതുന്നതിന് കുഴപ്പമില്ല. നമ്മൾ എന്താണ് നേരിട്ടിട്ട് സബ്മിറ്റ് ചെയ്യല്ലോ, ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാണ്. പരമാവധി നല്ല നീറ്റായിട്ട് ഒരേ ഹാൻഡ് റൈറ്റ്, ഓരോ വിഷയങ്ങളും മുഴുവനായിട്ട് ഒരേ ഹാൻഡ് റൈറ്റിൽ തന്നെ നിങ്ങൾ എഴുതിപ്പിക്കുക. വീട്ടിലുള്ള പല ആളുകളെ കൊണ്ട് ഒരു വിഷയം പല ഹാൻഡ് റൈറ്റിലാകുമ്പോൾ നോക്കുന്ന ആളുകൾക്ക് അത് കോപ്പി അടിച്ചതായി തോന്നും, മാർക്ക് കുറയാതെ പല കാരണങ്ങളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഹാൻഡ് റൈറ്റിൽ എഴുതുന്നതും നീറ്റായിട്ട് ഒറ്റ ഹാൻഡ് റൈറ്റിൽ തന്നെ എഴുതുക. ഗൾഫിലുള്ളവർക്കൊക്കെ അവിടെ ഇരുന്ന് എഴുതാൻ പറ്റുന്നതാണ്, ഓൺലൈനാണല്ലോ. അപ്പോൾ അതിന്റെ സബ്മിഷൻ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് അതിന്റെ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യേണ്ട കാര്യങ്ങളും ഞാൻ സോൾവ് ചെയ്ത അസൈൻമെന്റ് വേണ്ടവർക്ക് അതെല്ലാം നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ഓരോ വിഷയം 2 വട്ടം അപ്ലോഡ് ചെയ്യാനുള്ള ഇതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തൽക്കാലം ഓരോ വട്ടം അപ്ലോഡ് ചെയ്താൽ മതി, ഓരോന്നും ഓരോ വട്ടം അപ്ലോഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് തോന്നുകയാണ് ഇംഗ്ലീഷിന്റെ അവിടെ മാത്സ് അപ്ലോഡ് ചെയ്തിക്കണോ എന്നുള്ളൊരു ഡൗട്ട് വരികയാണെങ്കിൽ റീ അപ്ലോഡിങ് എന്നൊരു ഓപ്ഷൻ അതിലുണ്ട്. അതുവഴി നമുക്ക് എന്ത് വീണ്ടും മാറ്റി അപ്ലോഡ് ചെയ്യാം. അതിനാണ് എല്ലാ വിഷയവും 2 തവണ ആക്കി വെക്കുന്നത്. അഥവാ നമ്മളൊന്ന് മാറി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ 2ാം വരി അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ എഴുതിക്കോളൂ. ഡിസംബറൊക്കെ ആകാനായില്ലേ. എന്തായാലും നേരത്തെ എഴുതി സബ്മിറ്റ് ചെയ്ത ടെൻഷൻ ഒഴിവാക്കാം. പിന്നെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. PCP ക്ലാസ് വരുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ SSLC+2 വളരെ കുറഞ്ഞ ഫീസിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് മൊബൈലിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ SSLC+2 നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.